വയനാടിന്റെ ടൂറിസം ഭൂപടത്തിൽ ഇതുവരെ ഇടം പിടിക്കാത്ത എന്നാൽ സാഹസിക സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്തേക്കാണ് ഞങ്ങളുടെ വയനാട്ടിലെ റൈഡർ സുർജിത്ത് അയ്യപ്പത്തും ടീമും ഇന്ന് നമ്മളെ കൊണ്ടുപോകുന്നത്. അതൊരു ഗുഹയാണ്. ഗുഹയിലെ കഠിന വഴി താണ്ടി മുകളിലെത്തിയാൽ സ്വർഗം കാണുമെന്നാണ് സുർജിത്ത് പറയുന്നത്. ചീങ്ങേരിയിലെ കൊച്ചുചുരം പാത കടന്ന് നമുക്ക് അമ്പലവയലിലേക്കൊന്ന് പോകാം, ആ സ്വർഗം ഒന്ന് കണ്ടുവരാം. റൈഡിംഗ് റിപ്പോർട്ടറുടെ ഇന്നത്തെ യാത്ര അമ്പലവയലിലേക്കാണ്. അമ്പലവയലിൽ കാഴ്ചകൾ പലതുണ്ട്. അമ്പലവയലിലേക്ക് സ്വാഗതം ചെയ്യുന്നത് കൊളകപ്പാറ മലയാണ്. പോകുന്ന വഴിയിൽ ചീങ്ങേരി ചുരം കടന്നാൽ എടക്കൽ ഗുഹ കാണാം. അതിന് തൊട്ടടുത്താണ് ഫാൻറ്റം റോക്ക്, പിന്നെ ചീങ്ങേരി മല, അതോടൊപ്പം വയനാട് മ്യൂസിയം. അത്തരത്തിൽ കാഴ്ചകൾ അനവധിയാണ് അമ്പലവയലിൽ. ഇതൊന്നുമല്ല, ഒരു ഹിഡൻ കേവ് തേടി, ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗുഹ തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കൊളകപ്പാറ ഭാഗത്തു നിന്ന് വരുമ്പോൾ അമ്പലവയൽ ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് വലത്തോട്ടുള്ള വഴിയാണ് ചീനിക്കാമൂല. പ്രധാന പാതയിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ കേവ് ഉള്ളത്. അവിടേക്കാണ് നമ്മുടെ യാത്ര. ഈ കാണുന്നതാണ് ചീനിക്കാമൂല ഗുഹ. ഇതിനകത്തേക്ക് ഇനി കയറണം. ബൈക്ക് ഇവിടെ വയ്ക്കുന്നു, അകത്തേക്ക് കയറുന്നു. നാട്ടുകാരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ, അവരൊക്കെ നമ്മളെ സഹായിക്കാനുണ്ട്. ഇതിൻ്റെ മുകളിൽ എത്തുമ്പോൾ അതിഗംഭീരമായ കാഴ്ച എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം. അങ്ങനെ നമ്മൾ ചീനിക്കാമൂല ഗുഹയ്ക്കകത്തേക്ക് കയറുകയാണ്. അല്പം അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണെന്നാണ് ഈ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കാൻ ഈ പ്രദേശത്തുള്ള ആളുകളുണ്ട്. ഈ ഗുഹ ഇവിടെ ഉണ്ടെങ്കിലും അധികം ആർക്കും ഈ ഗുഹയെക്കുറിച്ച് കാര്യമായ ധാരണയൊന്നും ഇല്ലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ നാട്ടുകാരൊക്കെ ചേർന്ന് ഈ കാടൊക്കെ വെട്ടി വൃത്തിയാക്കി ഇവിടേക്ക് പോകാനുള്ള കൈവരികൾ ഉൾപ്പെടെ, അതായത് കയറുൾപ്പെടെ കെട്ടിവെച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് നാട്ടുകാരാണ്. എന്തായാലും നമ്മൾ അതിനകത്തേക്ക് കയറുകയാണ് ഇവിടുത്തെ നാട്ടുകാർക്കൊപ്പം. അങ്ങനെ നടന്ന് നമ്മൾ ചീനിക്കാമൂല ഗുഹയുടെ മുകൾ തട്ടിലെത്തി. അല്പം സാഹസികമായിരുന്നു യാത്ര. അത്യാവശ്യം ശാരീരിക ക്ഷമതയൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയൂ എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും 50 മീറ്ററോളം നടക്കണം മുകളിലേക്ക്. നമ്മൾ നടത്തം തുടരുകയാണ്. ഇനി ഇതിൻ്റെ മുകൾ തട്ട് കാണാം എങ്ങനെയാണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്പം സാഹസികത നിറഞ്ഞൊരു യാത്ര തന്നെയാണിത്. എന്തായാലും ഈ പാറയിൽ ചവിട്ടി മുകളിലേക്ക് കയറും പിടിച്ച് കയറുകയാണ്. ശ്രമകരമായിരുന്നു യാത്ര. മനുഷ്യൻ്റെ പണി തീർന്നു. ഒരു രക്ഷയില്ലാത്ത യാത്രയായിരുന്നു. 50 മീറ്റർ ഉള്ളെങ്കിൽ കൂടി വളരെ അഡ്വഞ്ചറസായ യാത്രയാണ്. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ആരും ശ്രദ്ധിക്കാണ്ട് കിടക്കുന്ന ഒരു ഗുഹ സമുച്ചയമാണ്. 3 ഗുഹകൾ ഇവിടെയുണ്ട്. അപ്പോൾ തന്നെയാണ് ഒട്ടനവധി വിദേശി സഞ്ചാരികൾ, ടൂറിസ്റ്റുകൾ ഈ ഗുഹയിൽ വരികയും കയറുകയും ഒക്കെ ചെയ്തു. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഞങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ചീങ്ങേരി പ്രദേശത്തെ പൂത്തിട്ട് പ്രദേശത്തെ ജനങ്ങൾ ഒന്നായി ഇത് സംരക്ഷിച്ചുകൊണ്ട് ഇതിനെ കൊണ്ടുവരുന്നത്.
മുകളിലേക്ക് എത്തുമ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് കവർ ചെയ്തിരിക്കുന്നത് 5ഓളം മല നിരകളെ കൊണ്ടാണ്. ഒന്ന് എടക്കൽ കേവ്, അതിന് തൊട്ടപ്പുറത്ത് തന്നെ ചീങ്ങേരിപ്പാറ, ആറാട്ടുപാറ, മണിക്കുന്നുമല, കൊളകപ്പാറ എന്നീ മലകളെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇതിന് മുകളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കാരാപ്പുഴ ഡാം 1-2 കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിലാണ് ഈ ഒരു പ്ലേസ് സ്പോട്ട് ചെയ്തിരിക്കുന്നത്. സർക്കാർ തലത്തിലോ DTPCയോ ഇത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇവിടെ വരാണ്ട് പോകുന്ന വയനാട് കയറുന്ന ആൾക്കാർ അമ്പലയിൽ ഈ ചീനിക്കാമൂലയിൽ വരാതെ പോകുന്ന ഒറ്റ ടൂറിസ്റ്റുകൾ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നുണ്ട് നിങ്ങളോട്. 35 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തുള്ള ആളുകൾ ഇതിലൂടെയാണ് തലച്ചുമടായിട്ട് അവരുടെ കാർഷികോൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുപോയത്. മാത്രമല്ല രോഗികളെ കസേരയിൽ ചുമന്നുകൊണ്ടാണ് ഇതിലെ തൊട്ടടുത്ത് അമ്പലവയൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക്, അതായത് ബ്രിട്ടീഷുകാർ പണിത ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അമ്പലവയൽ എടക്കൽ ഗുഹയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണത് ചീനിക്കാമൂല ഗുഹ എന്ന് പറയുന്നത്. ഇതിനോട് ചേർന്ന് വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ സഞ്ചാരികൾക്കൊക്കെ കൺകുളിർക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ സമ്മാനിക്കാൻ കഴിയുന്ന ഒരു ഗുഹയാണിത്. കൂറ്റൻ പാറകൾ നിറഞ്ഞ ഒരു പ്രദേശം, ചുറ്റും മലനിരകൾ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി ഇവിടെ ഉള്ളത് ഒരു ഗുഹ കൂടിയുണ്ട്. അത് ഈ റോഡിൻ്റെ മറുവശത്താണ്. അതും ഒപ്പം ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് കാണാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാ. എന്തായാലും ഒട്ടനവധി അനുഭവങ്ങൾ സഞ്ചാരികളെ കാത്തിരിപ്പുണ്ട് ഈ പ്രദേശം. നാട്ടുകാർ ശ്രമദാനത്തിലൂടെ ചിലതെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് സർക്കാരിൻ്റെ ഇടപെടലാണ്. അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനു ദാമോദരനും സോബിൻ വൈഡ് മീഡിയ പകർത്തിയ ആകാശ ദൃശ്യങ്ങൾക്കുമൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. വയനാട്ടിൽ അങ്ങനെ പുതിയ പുതിയ സ്പോട്ടുകൾ കണ്ടെടുക്കുകയാണ് ശരിക്കും സുഹൃത്ത്. ഏതായാലും ചീനിക്കപ്പാറ അതുപോലെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് കാഴ്ചകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ നാട്ടുകാരും അതിനോട് അത്രയധികം ആവേശത്തോടുകൂടി ആ സ്ഥലത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കാൻ വേണ്ടി വെൽക്കം ചെയ്യുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. ഏതായാലും ചീനിക്കപ്പാറ നമ്മുടെ കേരളത്തിൻ്റെ വയനാടിൻ്റെ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരിടമായി മാറട്ടെ. അവിടേക്ക് കൂടുതൽ സഞ്ചാരികളെത്തട്ടെ. ആ കാഴ്ചകൾ നിങ്ങൾക്കും സ്വന്തമാകട്ടെ.